Welcome to Plus One Physics, Chapter 1, Physical World. ഈ ചാപ്റ്ററിൽ നമ്മൾ സയൻസിലേക്കും ഫിസിക്സിലേക്കുമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ആദ്യമായി എന്താണ് സയൻസ് എന്ന് നോക്കാം. The word science originated from a Latin word scientia, which means to know. സയൻസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് സയൻഷ്യ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം അറിയുക എന്നാണ്. Definition of science. Science is a systematic attempt to know and acquire knowledge. അറിയാനും അറിവ് ആർജിക്കാനുമുള്ള ചിട്ടയായ അല്ലെങ്കിൽ ക്രമമായ ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു ശ്രമമാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ്, ചിട്ടയായ ക്രമമായ ഒരു അറ്റംപ്റ്റ് ആണ്. ടു നോ, എന്തിന്? അറിയാനും അറിവ് ആർജിക്കാനും. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു നോ ആൻഡ് അക്വയർ നോളജ്. അറിയാനും അറിവ് ആർജിക്കാനുമുള്ള ചിട്ടയായ ഒരു ശ്രമമാണ് സയൻസ്. സയൻസ് എന്ന വാക്ക് ലാറ്റിൻ വേർഡായ സയൻഷ്യ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം അറിയുക എന്നാണ്. ആദ്യകാലങ്ങളിൽ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ തിങ്സ് അറിയപ്പെട്ടിരുന്നത് നാച്ചുറൽ ഫിലോസഫി എന്നാണ്. പിന്നീട് ഈ നാച്ചുറൽ ഫിലോസഫിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു: ബയോളജിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. എന്താണ് ബയോളജിക്കൽ സയൻസ് എന്ന് നോക്കാം. ബയോളജിക്കൽ സയൻസ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ബയോളജിക്കൽ സയൻസിൽ വന്നിരിക്കുന്നത്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണിയിൽ വരുന്നത്. വൈൽ സുവോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്. ജന്തുക്കളെ കുറിച്ചുള്ള പഠനം സുവോളജിയിൽ. ഫിസിക്കൽ സയൻസ് എന്താണെന്ന് നോക്കാം. വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് നോൺ ലിവിംഗ് തിങ്സ്. ജീവനില്ലാത്ത വസ്തുക്കളുടെ സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് ഫിസിക്കൽ സയൻസിൽ വന്നിരിക്കുന്നത്. അതിനെ കെമിസ്ട്രി എന്നും ഫിസിക്സ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കെമിസ്ട്രി ഡീൽസ് വിത്ത് ആക്ഷൻ ഓഫ് വൺ കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് ഓൺ അതർ. വസ്തുക്കൾ മറ്റു വസ്തുക്കളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ പ്രതിപ്രവർത്തനം എന്താണ്, രാസപ്രവർത്തനങ്ങൾ എന്താണ്, ഇവയെല്ലാം കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. ഇനി എന്താണ് ഫിസിക്സ് എന്ന് നമുക്ക് നോക്കാം. ദ വേർഡ് ഫിസിക്സ് കംസ് ഫ്രം എ ഗ്രീക്ക് വേർഡ് മീൻസ് നേച്ചർ. പ്രകൃതി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്സ് എന്ന വാക്കിന്റെ അർത്ഥം നേച്ചർ എന്നാണ്. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. ഫിസിക്സിലെ പ്രധാനപ്പെട്ട 3 ഡെഫിനിഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫിസിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺ വിത്ത് ദ മാറ്റർ ഇൻ റിലേഷൻ ടു എനർജി. ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചാണ് ഫിസിക്സ്. Next definition: physics is the subject which deals with the nature and natural phenomena. പ്രകൃതിയെയും പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളെയും കുറിച്ചും പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചാണ് ഫിസിക്സ്. ഉദാഹരണത്തിന് മഴവില്ല് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഇടിമിന്നൽ. ഇങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന പല പ്രതിഭാസങ്ങളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഫിസിക്സിലാണ്. ഫിസിക്സ് ഈസ് എ സയൻസ് ഓഫ് മെഷർമെന്റ്. അളവുകളുടെ ശാസ്ത്രമാണ് ഫിസിക്സ്. അളവുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലാണ്. സമയം, ദൂരം, മാസ്, വെലോസിറ്റി, സ്പീഡ് മുതലായവയെ കുറിച്ചെല്ലാം, ടെമ്പറേച്ചർ, ഇതെല്ലാം ഫിസിക്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം ഫിസിക്സിന്റെ 3 ഡെഫിനിഷനുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിത്ത് ഡീൽസ് വിത്ത് മാറ്റർ ഇൻ റിലേഷൻ ടു എനർജി. ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ച് പഠിക്കുന്നു. ദെൻ നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. പ്രകൃതിയെയും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ചും പഠിക്കുന്നു. സയൻസ് ഓഫ് മെഷർമെന്റ്. അളവുകളെ കുറിച്ച് പഠിക്കുന്നു. ഫിസിക്സിലെ സാധ്യതകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് നമ്മളുള്ള പ്രചോദനങ്ങൾ ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇതൊരു വൈഡ് സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എന്നത്. അതിനാൽ അതിനെ 2 പ്രധാനപ്പെട്ട ഡൊമൈനുകളായിട്ട് തിരിച്ചിരിക്കുന്നു: മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. The scope of physics is very wide. Basically, it divides into 2 domains: microscopic domain and microscopic domain. എന്താണ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ നോക്കാം. Microscopic domain includes the phenomena at laboratory, terrestrial and astronomical scales. ലബോറട്ടറി സ്കെയിലുള്ള പഠനം, ടെറസ്ട്രിയൽ ഭൂമിയിലുള്ള പഠനം, ആസ്ട്രോണമിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഹെവൻലി ബോഡീസിനെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ഡൊമൈനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ക്ലാസിക്കൽ ഫിസിക്സ്.
ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്ന പ്രധാന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്സ്, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്, വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് മെക്കാനിക്സിൽ പഠിക്കുന്നു. ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ്, വസ്തുക്കളുടെ വൈദ്യുത കാന്തിക സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോഡൈനാമിക്സ്. അപ്പം മൈക്രോസ്കോപ്പിക് ഡൊമൈനിന്റെ പ്രധാനപ്പെട്ട 4 സബ്ജക്റ്റുകളാണുള്ളത്. അതിലെ ആദ്യത്തേത് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൽ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്. സെക്കൻഡ് വൺ ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ്, വസ്തുക്കളുടെ വൈദ്യുത കാന്തിക സവിശേഷതകളെക്കുറിച്ച് ഇതിൽ പഠിക്കുന്നു. തേർഡ് വൺ ഒപ്റ്റിക്സ്, ലൈറ്റിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ ഫിനോമിനാസ് ഓഫ് ലൈറ്റ്. ഫോർത്ത് വൺ തെർമോഡൈനാമിക്സ്, സ്റ്റഡി ഓഫ് ടെമ്പറേച്ചർ, ഹീറ്റ്, ഇന്റേണൽ എനർജി, കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക് എക്സെട്ര. ഇവിടെ തെർമോഡൈനാമിക്സിൽ വസ്തുക്കളുടെ താപം, അതുപോലെ തന്നെ ഹീറ്റ് എനർജി, ഇന്റേണൽ എനർജി, അതുപോലെ തന്നെ ഹീറ്റിനെ എങ്ങനെ വർക്കാക്കി മാറ്റാം തുടങ്ങിയ പഠനം തെർമോഡൈനാമിക്സിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മൈക്രോസ്കോപ്പിക് ഫിസിക്സ്, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൈക്രോസ്കോപ്പിക് സ്കെയിലിലുള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ മൈന്യൂട്ട് സ്കെയിലിലുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മൈക്രോസ്കോപ്പിക് ഫിസിക്സ് വി സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മാറ്റർ അറ്റ് ദ മൈന്യൂട്ട് സ്കെയിൽസ് ഓഫ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. വസ്തുക്കളുടെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ആറ്റം, ന്യൂക്ലിയൈ മുതലായ അടിസ്ഥാന കണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സിൽ വന്നിരിക്കുന്നത്. ഇത് ക്വാണ്ടം ഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്രോസ്കോപ്പിക് ഫിസിക്സ് ഡീൽസ് വിത്ത് ക്വാണ്ടം ഫിസിക്സ്. മൈക്രോസ്കോപ്പിക് ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മാറ്റർ ഇൻ ദ മൈന്യൂട്ട് സ്കെയിൽസ് ഓഫ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. Then, what is the relation between physics and technology? നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല കണ്ടുപിടുത്തങ്ങളും ഫിസിക്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The technological developments of any society closely related with the new discoveries in physics. കണ്ടുപിടുത്തങ്ങളിൽ പലതും ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിസം മുതലായവ നമുക്ക് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് ഫിസിക്സിന്റെ സംഭാവനയാണ്. റേഡിയോ, ടെലിവിഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മോട്ടോർ, ജനറേറ്റർ, എഞ്ചിൻ ഇവയുടെ പ്രവർത്തനങ്ങളെല്ലാം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ലേസർ, എക്സ്റേ മുതലായവ ഈ കണ്ടുപിടുത്തങ്ങളിൽ വളരെ കുറച്ച് മാത്രമാണ്. നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര കണ്ടുപിടുത്തങ്ങൾ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നു. അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ചില കണ്ടുപിടുത്തങ്ങളും അവയ്ക്ക് പിന്നിലുള്ള ഫിസിക്സിലെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ടെക്നോളജി, സ്റ്റീം എഞ്ചിൻ, അതിൻ്റെ സയന്റിഫിക് പ്രിൻസിപ്പിളാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ന്യൂക്ലിയർ റിയാക്ടർ, കൺട്രോൾ ന്യൂക്ലിയർ ഫിഷൻ. റേഡിയോ ആൻഡ് ടെലിവിഷൻ, generation, propagation and detection of electromagnetic waves. Computer, digital logic, laser, light amplification by stimulated emission of radiation. Then ഇങ്ങനെ റോക്കറ്റ് പ്രൊപ്പൽഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, എയറോപ്ലെയിൻ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, സോണാർ, റിഫ്ലക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ്, ഫോട്ടോസെൽ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇങ്ങനെ ഈ ടേബിളിൽ തന്നിരിക്കുന്ന ടെക്നോളജിയിലെ അവയ്ക്ക് പിന്നിലുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ടേബിളിൽ പറയുന്നു. അപ്പോൾ ഫിസിക്സിലേക്കും സയൻസിലേക്കും ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത്. സയൻസ് എന്താണ്, ഫിസിക്സ് എന്താണ്, ഫിസിക്സിനെ പ്രധാനമായിട്ടും 2 ഡൊമൈൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫിസിക്സും സൊസൈറ്റിയും ടെക്നോളജിയുമായിട്ടുള്ള റിലേഷൻ എന്തൊക്കെയാണെന്നാണ് ഈ ടോപ്പിക്കിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.